ശംഖുപുഷ്പം, അപരാജിത എന്നും നീലക്കൊടുവേലി എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ വള്ളിച്ചെടി കേരളത്തിലെ വീടുകളിലും ഉദ്യാനങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം ക്ലിറ്റോറിയ ടെർനേറ്റ എന്നാണ്. പ്രധാന സവിശേഷതകൾ. രൂപം. ഇത് ഒരു വള്ളിച്ചെടിയാണ്. മറ്റു ചെടികളിലോ പന്തലുകളിലോ പടർന്നു വളരുന്നു. ഇലകൾ പച്ച നിറമുള്ള ചെറു ഇലകളാണ്. പുഷ്പം. ഇതിന്റെ പ്രധാന ആകർഷണം പൂക്കളാണ്. നിറം സാധാരണയായി കടും നീല അല്ലെങ്കിൽ വയലറ്റ് നിറത്തിൽ കാണപ്പെടുന്നു. വെള്ള, ഇളം നീല നിറങ്ങളിലുള്ള ഇനങ്ങളുമുണ്ട്. രൂപം. പൂക്കൾക്ക് ശംഖിന്റെ കോൺ ഷെൽ ആകൃതിയാണുള്ളത്. അതിനാൽ ഇത് ശംഖുപുഷ്പം എന്നറിയപ്പെടുന്നു. പ്രത്യേകത. പൂവിന്റെ നടുവിൽ മഞ്ഞയോ വെള്ളയോ ആയ ഒരു അടയാളമുണ്ടാകും. കായ്. പയർവർഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് ഇതിന് പയറിന്റെ ആകൃതിയിലുള്ള ചെറിയ കായകൾ ഉണ്ടാകുന്നു. ഔഷധപരവും പാചകപരവുമായ ഉപയോഗങ്ങൾ. ശംഖുപുഷ്പം കേവലം സൗന്ദര്യത്തിനു വേണ്ടി മാത്രമല്ല, നിരവധി ഉപയോഗങ്ങളുമുള്ള ഒരു സസ്യമാണ്. 1. ചായ. പൂക്കൾ ഉണക്കി ബ്ലൂ ടീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഈ ചായക്ക് പ്രത്യേകിച്ച് സ്വാദില്ലെങ്കിലും ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട്. ഇതിലേക്ക് നാരങ്ങാനീര് ചേർക്കുമ്പോൾ ചായയുടെ നിറം നീലയിൽ നിന്ന് വയലറ്റ് പിങ്ക് നിറമായി മാറുന്നത് ഒരു കൗതുകകരമായ പ്രതിഭാസമാണ്. 2. പ്രകൃതിദത്ത നിറം. പുരാതന കാലം മുതൽ അരി, പലഹാരങ്ങൾ, പാനീയങ്ങൾ എന്നിവയ്ക്ക് നീല നിറം നൽകാൻ ഇതിന്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. 3. ആയുർവേദം. ഇതൊരു പ്രധാനപ്പെട്ട ആയുർവേദ സസ്യമാണ്. ബുദ്ധിശക്തി. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മേധ്യം ബുദ്ധിക്ക് നല്ലത് ആയി കണക്കാക്കപ്പെടുന്നു. മറ്റു ഗുണങ്ങൾ. ഇത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ, കണ്ണിന്റെ ആരോഗ്യത്തിന്, കൂടാതെ ചില ചർമ്മരോഗങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ത്രിദോഷങ്ങൾ. വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളെ സന്തുലിതമാക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാസ്തുപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യം. ദൈവപൂജ. ഹൈന്ദവ ആചാരങ്ങളിൽ ഈ പൂവ് ആരാധനയ്ക്ക്, പ്രത്യേകിച്ച് ദേവീപൂജയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഐശ്വര്യം. ശംഖിന്റെ ആകൃതി കാരണം ഇത് ഐശ്വര്യവും വിജയവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപരാജിത